സ്റ്റുഡൻസ്, ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം BCOC 137, അതായത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് അല്ലെ BCom-ജിയിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്, മോസ്റ്റ് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഈ സെക്ഷനിലൂടെ നോക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ഇതിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡിഫറൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫണ്ട് ഫ്ലോ മാത്രം എഴുതാൻ പറയും, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എഴുതാൻ പറയും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ ക്യാഷ് ഫ്ലോയിൽ നിന്ന് പ്രോബ്ലം വരാൻ ചാൻസ് ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, അതൊക്കെ വെച്ച് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ ഏരിയ നിങ്ങൾ നോക്കണം, ക്യാഷ് ഫ്ലോ ആൻഡ് ഫണ്ട് ഫ്ലോ. പിന്നെ നമ്മുടെ ഈ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് നോട്ട് എഴുതാൻ പറഞ്ഞിട്ട്. അത് നിങ്ങൾക്കൊരു 4 ഐറ്റംസ് തരും, എന്നിട്ട് ഈച്ച് ക്യാരി 5 മാർക്ക് വെച്ചിട്ട് ഒരു 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ 4 ഐറ്റം തന്നിട്ട് അത് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയണം. അതെനിക്ക് ഏതൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഓരോ അറ്റംപ്റ്റിലും ഡിഫറൻ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അറ്റംപ്റ്റിൽ ചോദിച്ചാണ് എന്താണ് പ്രൊവിഷൻ ഫോർ ടാക്സ്, അതെങ്ങനെയാണ് കാര്യങ്ങൾ എഴുതണം, ഫൈനൽ ഡിവിഡൻഡ് എന്താണ്, ഇൻ്റർ ഡിവിഡൻഡ് എന്താണ്, ജനറൽ റിസർവ് എന്താണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അതുപോലെ എന്തെങ്കിലും തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയണതാണെങ്കിൽ അതിൽ സ്കോർ ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക, അത്യാവശ്യം നോളജ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു അറ്റംപ്റ്റിൽ ചോദിച്ചിരിക്കുന്നതാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആസ് പെർ AS3 അല്ലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നോൺ പെർഫോമിംഗ് അസറ്റ്. നമുക്കറിയാം പെർഫോമിംഗ് അസറ്റ് ഉണ്ട്, ബാങ്കിങ് കമ്പനിയുടെ കേസിൽ എന്താ പെർഫോമിംഗ് അസറ്റ് ഉണ്ട്, നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ട് അല്ലേ. പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു 90 ഡേയ്സിനുള്ളിലൊക്കെ നമ്മൾ ഒരു ലോണൊക്കെ പ്രൊവൈഡ് ചെയ്ത് തന്നെ ബാങ്ക് കമ്പനീന് തിരിച്ച് കിട്ടുന്ന പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം. ഇനി അതിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയാം അല്ലേ. നമ്മൾ എന്താ ഡീറ്റെയിലും ചെയ്യാനുള്ള കാരണം എന്താ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് റീസൺസ് ഫോർ ഗ്രോവിങ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഗ്രോ ചെയ്യുന്നതിനുള്ള റീസൺസ് അല്ലേ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ടോ. അതൊക്കെ ഒരു വട്ടമാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷേ നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണെന്നും പെർഫോമിംഗ് അസറ്റ്സ് എന്താണെന്നും പല വട്ടം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു വട്ടം ചോദിച്ചാണ് മെക്കാനിസം ഓഫ് റിക്കവറി ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഇൻ ഇന്ത്യ. നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ റിക്കവറിയുടെ മെക്കാനിസം എന്താണ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. പക്ഷേ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പെർഫോമിംഗ് ആൻഡ് നോൺ പെർഫോമിംഗ് റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് അറ്റംപ്റ്റിലും ചോദിച്ചതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഈ റീസൺസും മെക്കാനിസവും എന്തോ ഓരോ അറ്റംപ്റ്റിലും വച്ച് ചോദിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് പോയാൽ മതി. വേറൊരു അറ്റംപ്റ്റ് വീണ്ടും ചോദിച്ചതാണ് എന്ത്, നോൺ പെർഫോമിംഗ് അസറ്റ് എന്താണ്, ഹൗ ഈസ് ഇൻകം അക്രൂവഡ് ഇൻ റെസ്പെക്റ്റ് ഓഫ്. ഓക്കെ, നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണെങ്കിൽ ഇൻകം അക്രൂവഡൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതിനോടനുബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇനി ബൈ ബാക്കിൻ്റെ കേസാണ്. ബൈ ബാക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്, ഇക്വിറ്റി ഷെയർ ബൈ ബാക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ബൈ ബാക്ക് ഓഫ് ഷെയറിൻ്റെ മോട്ടിവേഷൻ എന്താണ്, മോട്ടീവ്സ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇതിന് കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. അതെന്താ, സെബി ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതെന്തൊക്കെയാണ്. ഓക്കെ, അത് പറയണം. വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് എന്ത്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റിൻ്റെ മീനിങ് എന്താണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുണ്ട്, ജസ്റ്റ് റീഡ് ചെയ്തിട്ട് പോവാം. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് ആസ് പെർ AS3, അതായത് ക്യാഷ് ഫ്ലോനോട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻറ്റ് എന്താണെന്നൊക്കെ അറിയാം, അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൻ്റെ മീനിങ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. വാട്ട് യു മീൻ ബൈ ഹോൾഡിംഗ് കമ്പനി, വേരിയസ് ടൈപ്സ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും പലവട്ടമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇതൊരു റിപ്പീറ്റേറ്റീവ് ക്വസ്റ്റ്യനാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ, കൺസോൾട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് 1-2 വട്ടം ഇടയ്ക്കിട്ടാണ് ചോദിക്കാറുള്ളൂ. പറ്റുമെങ്കിൽ പഠിച്ചിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഒരു വട്ടം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ഒരു വട്ടം ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, പ്രിഫറൻസ് ഷെയർ റെഡീം ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇത് ഒരു വട്ടം എന്ത് ചോദിച്ചിട്ടുള്ളൂ, ടൈം ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് പോകാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി വരുന്നത് എക്സ്പ്ലെയിൻ ദി ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദി വാല്യുവേഷൻ ഓഫ് ദി ഗുഡ് വിൽ. വാല്യുവേഷൻ ഓഫ് ദ ഗുഡ് വിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മെത്തേഡ്സ് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഐ തിങ്ക് എന്തോ
3 or 4 ടൈംസ് ഇത് റിപ്പീറ്റ് വന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വേണം പോകാൻ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് 20 മാർക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തത്, ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇടയ്ക്ക് എന്താണ് നോട്ട്സ് അല്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊരു 4 എണ്ണം തരും. അതിൽ ഓരോന്നിനും 5 മാർക്ക് വെച്ചിട്ട് സ്കോർ ചെയ്യാം. അപ്പോൾ അങ്ങനെ തന്നതാണ്. പ്രൊവിഷൻ ഫോർ ടാക്സേഷനാണ്, പ്രൊവിഷൻ അല്ല പ്രൊവിഷനാണ്, ഓയാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ പ്രീവിയസിൽ വന്നതാണ്. അതുപോലെ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട്, അഡ്വാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതൊക്കെ എഴുതാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് എന്ന നിലക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ എഴുതാൻ സാധിക്കും. പഠിക്കാണ്ട് തന്നെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഐ തിങ്ക് 3 ടൈംസ് എന്തോ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് കൺസിഡറേഷൻ AS14. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും കൂടി ഒന്ന് റീഡ് ചെയ്ത് പഠിക്കാം. അതിനുള്ള ടൈം ഇനിയും ഉണ്ട്. കാരണം എക്സാം ഇനിയും കുറേ ദിവസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതിനുള്ള ടൈം ഉണ്ട്, പഠിച്ചിട്ട് തന്നെ പോകാൻ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എങ്കിലും പഠിക്കാനുള്ള ടൈം നിങ്ങൾക്കുണ്ട്. അതുപോലെ ഇൻ കേസ് ഓഫ് എ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ, ഇത് ഇടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കണ്ടീഷൻസ് അതിൻ്റെ, ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസാണ് ചോദിക്കുന്നത്. അത് പഠിക്കണം, അതിടയ്ക്ക് ചോദിക്കാറുണ്ട്. പിന്നെ ഡിബഞ്ചറൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. എപ്പോഴും റിപ്പീറ്റഡ് അല്ല, എന്നാലും ചോദിക്കാറുണ്ട്. സോ അത് പഠിച്ചിരിക്കണം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്. ഞാൻ പക്ഷേ മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഇടയ്ക്കാണ് ചോദിക്കുന്നത്. സോ മാർക്ക് ചെയ്ത് പഠിച്ചിട്ട് വേണം ഇത് പഠിക്കാൻ വരാൻ. ചോദിക്കില്ല എന്ന് ഞാൻ പറയാനുള്ള, ചോദിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും റിപ്പീറ്റ് ആയിട്ടല്ല വരുന്നത്. സോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വേസ്റ്റ് അല്ല. പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ട ഏതാണ്, മാർക്ക് ചെയ്ത് വേണം. പിന്നെ വാട്ട് യു മീൻ ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, പക്ഷെ എന്നാലും ഇടയ്ക്ക് കയറി വരാറുണ്ട്. അതുപോലെ അതിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫങ്ഷൻ, ഇത് പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വേണം പഠിക്കാൻ. വരികയാണെങ്കിൽ 20 മാർക്സിന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. ഇനി ഇത് പഠിക്കാൻ മാത്രമൊന്നുമില്ല, നമുക്ക് അറിയാം. ഷെഡ്യൂൾ 3ൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ P&L പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ലേ ഷെഡ്യൂൾ 3 പ്രകാരം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എഴുതാൻ പറഞ്ഞിട്ടാണ് ഒരു വട്ടം ക്വസ്റ്റ്യൻ വന്നത്. അതുപോലെ ഒരു വട്ടം ഇതിന് പകരമായിട്ട് വന്നത് P&Lൻ്റെ ഫോർമാറ്റ് എഴുതാൻ. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് ഈ ഫോർമാറ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ എഴുതണം, അല്ലേ? അതിൻ്റെ ഒരു കൃത്യമായിട്ടൊരു ഫോർമാറ്റ് ഉണ്ട്, അത് കീപ്പ് ചെയ്യണം. അത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം. പിന്നെ എന്തൊക്കെ ടൈപ്പ് കൈൻഡ്സ് ഓഫ് ഷെയർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക എന്നല്ല, ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത് പഠിക്കുക. അതിന് പുറമെ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്കും കൂടി പഠിക്കുക. അല്ലാണ്ട് ഇത് മാത്രം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതിൽ തെറി പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. കാരണം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് മെയിൻ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെ വേണം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ. പക്ഷേ ഡ്യൂ ടു ലിമിറ്റേഷൻ ഓഫ് ടൈം, അല്ലേ, നമുക്ക് ടൈം കുറവല്ലേ. സോ എന്ത് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് വേണം ഇനി പോകാൻ. ഓക്കെ.